ബോട്ട് താ വരുന്നുണ്ട്. അടിപൊളി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്കും എന്തെങ്കിലും പാട്ടൊക്കെ പാടണമെന്ന് തോന്നി. ഞങ്ങൾ ഹരിപ്പാട് വരെ വന്നതാണ്. ഇതിനടുത്താണല്ലോ കുട്ടനാട് കിടക്കുന്നത്. എന്തായാലും ആലപ്പുഴയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് കരുതി. മുൻകൂട്ടി പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സമയവും സാഹചര്യവും അനുസരിച്ചായിരിക്കും തുടർന്നുള്ള യാത്ര. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് 1 മണി. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഈ കുട്ടനാട്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ജലഗതാഗതത്തെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രൈവറ്റ് ബോട്ടിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു കേരള വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു ബോട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും എങ്ങോട്ട് പോകുന്നെന്നാണ് ചോദിച്ചത് കേട്ടോ. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നാണ് പറഞ്ഞത്. വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടിൽ ഇതുവരെയും കയറിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എപ്പോഴും വന്നാലും ഇവിടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഓരോ 20 മിനിറ്റ് ഇടയ്ക്കും ഓരോ ബോട്ടുകൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ബോട്ടിൽ കയറി. ഈ ബോട്ട് നിറച്ച ആൾക്കാരായിരുന്നു. ഞങ്ങൾക്ക് സമയപരിധി ഉള്ളതിനാൽ ഞങ്ങൾ കൈനഗിരിക്ക് ടിക്കറ്റ് എടുത്തു. കൈനഗിരി വരെ 1.5 മണിക്കൂർ യാത്രയാണ്. അത്രയും ദൂരം യാത്ര ചെയ്യുന്നതിന് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി വെറും 27 രൂപ. അങ്ങനെ യാത്ര ആരംഭിച്ചു. ബോട്ടിൻ്റെ പിൻഭാഗത്തുള്ള വിൻഡോ സീറ്റ് തന്നെ നിലയുറപ്പിച്ചു. യാത്രാമധ്യേ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കണ്ടു. ഇത് കാണുവാനും ഇതിലൂടെയുള്ള യാത്ര ആസ്വദിക്കാനും എത്തുന്നത് നിരവധി വിനോദസഞ്ചാരികളാണ്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. ഈ കാണുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടുകളാണ്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റോപ്പിൽ നിർത്തുന്നത് പോലെയാണ് ഇവിടുത്തെ ബോട്ടുകളും അവർ ഓരോ ബോട്ട് ജെട്ടിയിൽ നിർത്തുന്നത്. സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ബോട്ടിലെ ജീവനക്കാർ തന്നെയാണ് ബോട്ടിനെ അടുപ്പിക്കുന്നതും യാത്രക്കാരെ വളരെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുന്നതും. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു തുരുത്തും കാണാൻ പറ്റി. ഇതിനടുത്തായിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. കായലിൻ്റെ മധ്യത്തിലെത്തിയപ്പോഴേക്കും നല്ല കാറ്റ് വീശാൻ തുടങ്ങി. കായലിൻ്റെ ഇരു സൈഡും ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കായലിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്വന്തമായി വാഹനം ഉള്ളതുപോലെയാണ് ഇവിടെയുള്ള മിക്ക വീടുകളിലും ബോട്ടുള്ളത്. ഇടയ്ക്കൊരു ബോട്ട് ജെട്ടി കണ്ടു. പേര് ശ്രദ്ധിച്ചോ? പുഞ്ചിരി ബോട്ട് ജെട്ടി. ഇങ്ങനെയുള്ള ഓരോ വെറൈറ്റി പേരുകളാണ് ഓരോ ബോട്ട് ജെട്ടിക്കും. കായലിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് വീടുകളുണ്ട്. മഴക്കാലമാകുമ്പോഴാണ് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുന്നത്. വെള്ളം വീടിനുള്ളിൽ കയറുമെന്നാണ് പലരും പറഞ്ഞത്. അങ്ങനെ 1.5 മണിക്കൂർ യാത്രക്കിടയിൽ ഞങ്ങൾ ഒത്തിരി കാഴ്ചകളാണ് ഈ ആലപ്പുഴ കായലിൽ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ വേമ്പനാട് കായൽ തീരത്തെത്തി. ഈ കാണുന്നത് വേമ്പനാട് കായലാണ്. ഇതിനടുത്തായിട്ടാണ് ഞങ്ങളുടെ സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. കൈനഗിരി ബോട്ട് ജെട്ടിയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അതിലെ ജീവനക്കാർ ബോട്ടിനെ കരയ്ക്കടുപ്പിക്കുകയാണ്. അതിനുശേഷം വളരെ സുരക്ഷിതമായാണ് ഞങ്ങളെ ബോട്ടിൽ നിന്ന് ഇറക്കിയത്. തിരിച്ച് ഞങ്ങൾ വന്ന ബോട്ടിനെ യാത്രയാക്കി അയച്ചു. ഇത്രയും നക്കാപ്പിച്ച പൈസയ്ക്ക് ടൂർ പോകുന്ന ഈ ബോട്ടിംഗ് ഒക്കെ നടത്താമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായി. നമ്മൾ 50 രൂപ എല്ലാം കൂടെ 50 രൂപ ആയിട്ടുള്ള 50 രൂപയ്ക്ക് അടിച്ച് പൊളിച്ചു. ഇത്രയും ഓരോരുത്തർ 35,000 നമ്മളും മുടക്കിയിട്ടുണ്ട് പണ്ട്. എല്ലാവരും കൂടെ ഗ്രൂപ്പ് കയറും 35,000 രൂപയ്ക്ക് ബോട്ടിങ്ങൊക്കെ. ഒരു എൻജോയ്മെൻറ്റും ഇല്ല. ഇതാ 50 രൂപയ്ക്ക് കിട്ടിയ ഒരു സുഖമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ ഒരു കായലിൻ്റെ ഭംഗിയും അടിപൊളി ഒരു യാത്രയൊക്കെ ആയിരുന്നു. എല്ലാ സ്റ്റോപ്പുകളിലൊക്കെ ബോട്ടൊക്കെ നിർത്തി. പിന്നെ നമുക്കിനി എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം. അതും ഇതുപോലെ ഏതെങ്കിലും കുറഞ്ഞ ചിലവിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് നേരെ നിങ്ങളൊന്നും എടുക്കണ്ട. ബസ് കയറി അല്ലെങ്കിൽ ട്രെയിൻ കയറി ആലപ്പുഴ വന്നിട്ട് ആലപ്പുഴ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. അവിടെ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവുക ബോട്ടിന് ടിക്കറ്റ് എടുത്തിട്ട്. കോട്ടയം വരെ പോയൊക്കെ കുറേ ടൈം എടുക്കും. ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന ഏതെങ്കിലും ബോട്ടിൽ കയറി തിരിച്ച് ആലപ്പുഴയ്ക്ക് ഇറങ്ങിയാൽ എല്ലാം കൂടെ ഒരു 50 രൂപയ്ക്ക് കാര്യം കഴിയും. നമ്മളും ഹാപ്പി, എല്ലാവരും ഹാപ്പി, കാണുന്നവരും ഹാപ്പി. ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും അടുത്ത ബോട്ട് നമുക്ക് തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകണം. അതുവരെ ഒരു മണിക്കൂറെങ്കിലും താമസിക്കും. അപ്പോൾ നമ്മൾ വയലിലൊക്കെ ഇറങ്ങിയതാണ്. വയലിലിറങ്ങി ഇതാണ്ട് ഉഴുതൊക്കെ ഇട്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ പറ്റുക. അതിനിടയ്ക്ക് ദേണ്ട ഒരുത്തൻ വയലിനകത്ത് ചെളിക്കകത്ത് പോയി കാലെല്ലാം കൂടെ ദേണ്ട
വല്ലാത്തൊരവസ്ഥയില്ല. കഴുകാൻ വെള്ളവുമില്ല. നമ്മൾ അപ്പുറത്ത് പോയി കഴുകാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ആ കാലുകൊണ്ട് ചവിട്ടിത്തടാം. ആ മതി. അങ്ങനെ നമ്മൾ പായലൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ബോട്ട് വരുന്നെങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ബോറടിക്കാതിരിക്കാൻ ഈ കായലിനോട് ചേർന്നൊരു നടപ്പാതയുണ്ട്. ഇതുവഴി ഒന്ന് നടന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി നടന്നു വന്നു. അപ്പോൾ വെള്ളം ദാഹിച്ചപ്പോൾ ഒരു കട കണ്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ സൈഡിലെല്ലാം നോക്കി നടന്നപ്പോൾ ഒരു കട കണ്ടായിരുന്നു. അത് ഈ കായലിനോട് ചേർന്നാണ് ഈ കട ഇരിക്കുന്നത്. അവിടുന്ന് ഡ്രിങ്ക്സൊക്കെ മേടിച്ചു, കുഞ്ഞിന് കഴിക്കാനുള്ള ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കടയ്ക്കുള്ള സാധനങ്ങൾ ചെന്ന് മേടിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് വള്ളത്തിൽ പോയിട്ടാണ് ആലപ്പുഴ പോയി ചെന്ന് സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. 1.5 ദിവസങ്ങളിൽ ഇടവിട്ടാണ് കടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചെന്ന് മേടിക്കുന്നത്. അപ്പോൾ എത്ര നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടില്ലേ, നമ്മൾ യാത്ര ചെയ്യുന്നത് KSRTC ബസ്സിലും നമ്മുടെയൊക്കെ സ്വന്തം വാഹനങ്ങളിലുമാണ്. അവരങ്ങനെയല്ല കേട്ടോ, ഇവിടെയുള്ള വള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് പ്രസാദ്. എങ്ങനെയാണ് ഈ കടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ അടുപ്പിക്കുന്നത്? ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ ഞാൻ രാവിലെ നിന്നും വള്ളത്തെ പോയിട്ടാണ് ആലപ്പുഴ ടൗണിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ എത്തിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി, കാരണം ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, കാറ്റും ഇതൊക്കെയാണ്. എൻ്റെ വള്ളം പോലും ഇവിടെ ഇടാൻ പറ്റില്ല. എനിക്ക് വള്ളമുണ്ട്, വള്ളത്തെ പോലും ഞാൻ ഭയങ്കര റിസ്ക് എടുത്താണ് ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട്, ഈ വെയിലും ഇതെല്ലാം പിടിച്ചാണ് ഞാൻ ഇവിടെ കൊണ്ട് സാധനം വിൽക്കുന്നത്. അപ്പം പിന്നെ എല്ലാ വീട്ടുകാർക്കും ഇതുപോലെ വെള്ളം ഉണ്ടല്ലേ? ഇവിടെ എല്ലാ വീട്ടുകാർക്കും ഉണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആശുപത്രി കേസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വള്ളങ്ങളെ ആശ്രയിക്കും. കാരണം ബോട്ട് ഒരു 8-9 വരെ ബോട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ബോട്ടിൽ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്പീഡ് ബോട്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. വീട് വെക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് കാണും. വീടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ചിലവാണ്. ഞങ്ങളിവിടെ ഒരു വീട് വെക്കണം, ഭയങ്കര ചിലവ്. ഞങ്ങൾ ഈ സാധനം കയറ്റി ഇറക്കി, ഞങ്ങൾ ടൗണിൽ നിന്ന് വേണം സാധനങ്ങൾ കയറ്റി ഇറക്കി ഇവിടെ കൊണ്ടുവരാനായിട്ട്. അത് ലോറിയിൽ നിന്ന് കൊണ്ടുവന്ന് വള്ളത്തേക്കാണ്, വള്ളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടിറക്കുന്നതിന് ഭയങ്കര കൂലിച്ചെലവാണ്. മഴ പെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ്? മഴ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങി വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഇല്ല, ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിനായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഇവിടെ മട വെട്ടി ഈ പാടം മുങ്ങുമ്പോൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളം. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് ഹൈറ്റിൽ. എല്ലാ വീടും ഇവിടെ ഹൈറ്റിലാണ്. ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് അങ്ങനെ തന്നെ. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പൈസ കിട്ടും. അതുകൊണ്ടൊന്നും ആകത്തില്ല. കാരണം ഇവിടെ വീട് വെക്കുന്നതിന് എത്ര ലക്ഷം രൂപ ചെലവാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യം. ഫൗണ്ടേഷൻ തന്നെ എത്ര രൂപ ആവുമെന്ന് അറിയാമോ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ മറ്റ് വരുമാന മാർഗം ഈ കട തന്നെയാണ്. എന്റെ ജീവിതമാർഗം കട തന്നെയാണ്. അടുത്ത വീട്ടുകാരൊക്കെ ഞാൻ കണ്ടായിരുന്നു നെല്ലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത്. ഇത്തവണയാണ് നെല്ല് വളരെ മോശം, വളരെ മോശം. കാരണം ഉപ്പാണ് ഇവിടെ. ഉപ്പ് തന്നെ ഒരു 2-3-4 മാസമായി ഉപ്പ് തന്നെ ഇവിടെ വെള്ളം. അതുകൊണ്ട് കൃഷിയും വളരെ മോശം. ഞങ്ങളത് ഒരേക്കറെ കൊയ്തിട്ടിരിക്കുന്ന നെല്ല് അപ്പുറത്ത് നിന്ന് കാണാതെ ഒന്നുമില്ല. നെല്ല് ഉണ്ട്, D1 ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്തവണ ഇത് ഞങ്ങൾ ഇളവിത്താണ് വിതച്ചത്. മണിരത്നം എന്ന് പറഞ്ഞ സംഭവമാണ് വിതച്ചത്. നമ്മള് ഇവിടെ കൃഷി ചെയ്യാത്ത സംഭവമാണ്. ഉപ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് വളരെ മോശമാണ്. ഇത് കൊയ്ത് അപ്പുറത്ത് ഇട്ടിരിക്കും. ഇന്നലെ കൊയ്ത് അപ്പുറത്ത് കണ്ടില്ല. വരുന്നുണ്ട്, നമ്മുടെ കൈ കാണിച്ചു ബോട്ടിങ്ങാണ് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇതുപോലെ കൈ കാണിക്കണം. എന്നാൽ മാത്രമേ ആ ബോട്ട് കരയ്ക്ക് അടുപ്പിക്കത്തുള്ളൂ. വിളിച്ചില്ല എങ്കിൽ ബോട്ട് അടുപ്പിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ ബോട്ടിലെന്ന് പറഞ്ഞാൽ മേളത്തെ നിലയിൽ കയറണമെങ്കിൽ സ്പെഷ്യൽ പൈസയാണ്. 60 രൂപയാണ് ഒരാൾക്ക്. 60 രൂപ എന്നുള്ള പൈസയേ ഉള്ളൂ. മേളത്തെ ഡക്കറിൽ യാത്രയാണെങ്കിൽ 60 രൂപയാണ്. അപ്പോൾ 2-3 പേർക്കും കൂടെ ആകുമ്പോൾ 180 രൂപ ആകത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ 35,000-40,000 കൊടുക്കുന്നതിനൊക്കെ മേളിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതാ നമ്മൾ 60 രൂപയ്ക്ക് ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വല്ല യാത്രയൊക്കെ ചെറിയ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോ, എല്ലാം പറഞ്ഞുതരാം കറക്റ്റായിട്ട്. ഇത് എവിടെ ഇറങ്ങണം, എങ്ങനെ ബോട്ടിൽ കയറണം, എത്ര രൂപ ടിക്കറ്റ്, എവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറണം, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിലുണ്ട്. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ ഒരു കുഞ്ഞു ഫാമിലിക്ക്, നമ്മളെപ്പോലുള്ള കുഞ്ഞു ഫാമിലിക്കൊക്കെ പൈസയൊക്കെ ഒരുപാട് ചിലവാക്കാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ട്രിപ്പാണ് കുട്ടികളെയും കൊണ്ട് കേട്ടോ. സൂപ്പർ. സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. സ്പീഡ് ബോട്ട്
മുകളിലത്തെ നിലയിൽ കയറിയപ്പോഴാണ് കായലിൻ്റെ ഫുൾ വ്യൂ നന്നായിട്ട് കാണാൻ പറ്റിയത്. തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് ആസ്വദിച്ചാണ് ഈ ബോട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്തത്. സത്യത്തിൽ ഈ ബോട്ടിലുണ്ടായിരുന്ന ആരെയും ഞങ്ങൾക്കറിയില്ല. എല്ലാവരും പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ ഞങ്ങളും കൂടി. അടിപൊളി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്കും എന്തെങ്കിലും പാട്ടൊക്കെ പാടണമെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു പാട്ട് പാടാനുള്ള ശ്രമത്തിലാണ്. ഏത് പാട്ടാണ് പാടുന്നതെന്ന് ചോദിച്ചാൽ ആലോചിക്കണം. അപ്പം എന്തായാലും ഒരു പാട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവരിപ്പോൾ എനിക്ക് പാടാൻ വേണ്ടി അവസരം തന്നിരിക്കുകയാണ്. പാതിരാ പുള്ളുണർന്നു പരമുല്ലക്കാടുണർന്നു എൻകുളം കാട്ടിലെ കിളിയുണർന്നു. ഇതിൻ്റെ വരികൾ തെറ്റാണെന്ന് അറിയാം, പക്ഷെ പുറകെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല ഇത് തെറ്റാണോ ശരിയാണോ. അതുകൊണ്ട് ഞാൻ അർമാദിക്കുക. അവർക്ക് മലയാളം അറിയില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല എപ്പോഴും എടുത്ത് വെള്ളത്തിലിട്ടേര്. ആലപ്പുഴയിലേക്ക് ബോട്ട് എത്താറായി. അപ്പം ഒരു പാട്ട് നോക്കിയിട്ട് കിട്ടുന്നുമില്ല, ഏതാണെന്നൊരു പിടിയില്ല. അല്ലെ പടകാളിച്ചണ്ടി പാടാം, അതാണ് ഇവർക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. ആ പടകാളിച്ചണ്ടി ചങ്കിരി പൊക്കിരി മാക്കിരി വേണം നിന്നത്തരി കിടന്നേ പടവേളം തെണ്ണെങ്കിലോ. നിങ്ങളാരും എന്നെ കൊല്ലരുത്, ഇവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പാടിയതാ. ബോട്ടിലെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.